മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ മഞ്ഞുമൽ ബോയ്സിന് പിന്നാലെ RDX സിനിമാ നിർമ്മാതാക്കൾക്കെതിരെയും സാമ്പത്തിക തട്ടിപ്പ് പരാതി. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ലെന്നാണ് പരാതി. തൃപ്പൂണിത്തുറ സ്വദേശിനി അഞ്ജന എബ്രഹാമാണ് പരാതി നൽകിയത്. RDX സിനിമാ നിർമ്മാതാക്കളായ സോഫിയ പോൾ, ജെയിംസ് പോൾ എന്നിവർക്കെതിരെയാണ് പരാതി. സിനിമയ്ക്കായി 6 കോടി രൂപ നൽകി. 30% ലാഭവിഹിതമായിരുന്നു വാഗ്ദാനം. എന്നാൽ സിനിമ 100 കോടിയിലേറെ രൂപ വരുമാനം നേടിയിട്ടും വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ലെന്നും പരാതിക്കാരി ഉന്നയിക്കുന്നു. നവമി ദിനേശ് ചേരുന്നു. നവമി, വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ് ഇത്. തുടർച്ചയായി ഇത്തരം പ്രധാനപ്പെട്ട, വളരെ ചർച്ച ചെയ്യപ്പെട്ട, പ്രേക്ഷക സ്വീകാര്യത നേടിയ സിനിമകളാണ് അതിന് പിന്നിൽ നിർമ്മാതാക്കൾ ഇത്തരം സാമ്പത്തിക തട്ടിപ്പ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. ഈ പരാതിയുടെ വിശദാംശങ്ങൾ അതെങ്ങനെയാണ് നവമി? രാജ്യത്ത് മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഈ ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതിന്റെ പ്രൊഡ്യൂസർമാർക്കെതിരെ കോടതിയിലടക്കം റിപ്പോർട്ട് സമർപ്പിച്ചു. അതിന് പിന്നാലെ ED വരെ അന്വേഷണം നേരിടുന്ന ഒരു സാഹചര്യം. ഇതിനിടയ്ക്കാണ് മറ്റൊരു സമാനമായ രീതിയിൽ തട്ടിപ്പുമായി RDX സിനിമയുടെ പ്രൊഡ്യൂസർമാർക്കെതിരെ തൃപ്പൂണിത്തുറ സ്വദേശി അഞ്ജന രംഗത്തെത്തിയത്. ഈ RDX സിനിമയുമായി ബന്ധപ്പെട്ട് ഈ സിനിമ ആലോചനയിലുള്ള സമയത്ത് തന്നെ അഞ്ജനയെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാരായ സോഫിയ പോളും ഭർത്താവും ബന്ധപ്പെടുന്നു. അതിനുശേഷം പറയുന്നു, ഇങ്ങനെ ഒരു സിനിമ തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അതിനായി ചില സാമ്പത്തിക സഹായം വേണം, അതിനായി 3 കോടി രൂപ നൽകണം, ഈ സിനിമയുടെ നിർമ്മാതാവെന്ന നിലയിൽ 3 കോടി രൂപ നൽകണം. അതിനുശേഷം ഈ സിനിമ 13 കോടി ബഡ്ജറ്റാണ് ഇവർ ഈ സിനിമയുടെ മൊത്തം ചെലവായി അഞ്ജനയോട് ബോധിപ്പിച്ചത്. അതിനുശേഷം ഈ മുടക്കുമുതലും 30%, ലാഭത്തിന്റെ 30% അഞ്ജനയ്ക്ക് തരാം, ബാക്കി 70% ഇവർക്കായിരിക്കും, ഈ സോഫിയ പോളിനും ഭർത്താവിനുമായിരിക്കും എന്നൊരു ധാരണയിലായിരുന്നു ഇവർ. സിനിമ തുടങ്ങുന്ന സമയത്ത് 6 കോടി രൂപ അഞ്ജന ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാർക്ക് നൽകുന്നത്. പിന്നീട് ഈ മുടക്കുമുതൽ നൽകിയില്ല എന്നത് പോട്ടെ, ഈ ലാഭവും കിട്ടിയില്ല. ഈ സിനിമ വലിയ വിജയമാണെന്നും അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 100 കോടിയിലധികം കളക്ഷൻ നേടിയ ഒരു സിനിമയാണെന്ന് ഈ പ്രൊഡ്യൂസർമാർ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സമയത്ത് ഈ പ്രൊഡ്യൂസർമാരെ ബന്ധപ്പെട്ടപ്പോൾ അവരായിക്കോട്ടെ അഞ്ജന മുടക്കിയ മുതൽ പോലും നൽകാനായി തയ്യാറായില്ല. ഒപ്പം ഈ സിനിമയുടെ കണക്കുകൾ ബോധിപ്പിക്കണം, താനും കൂടി പണം മുടക്കിയ സിനിമയാണ്, അതുകൊണ്ട് സിനിമയുടെ കണക്കുകൾ ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് തരില്ല എന്ന് കടും വാശി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് അഞ്ജന ഈ പലതവണ ഈ സോഫിയ പോളിനെയും ഭർത്താവിനെയും ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് അഞ്ജന നിരന്തരം ഇവരെ വിളിക്കുന്നത് കൊണ്ട് തന്നെ അഞ്ജന മുടക്കിയ മുതൽ, അതായത് 6 കോടി രൂപ മാത്രം നൽകി, ഈ പറഞ്ഞ 30% ലാഭം നൽകിയില്ല. ഇത് ഈ സോഫിയ പോളും ഭർത്താവും സ്വന്തമാക്കുകയും ചെയ്തു എന്നാണ് അഞ്ജന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഹിൽ പാലസ് പോലീസിനാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. തന്നെ സിനിമയുടെ മുടക്കുമുതൽ തന്നത് തന്നെ ഏറെ വൈകിയും ഒപ്പം ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു പരാതി ഹിൽ പാലസ് പോലീസിന് നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇത് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട പരാതിയിൽ, അത് അരൂർ സ്വദേശി നൽകിയ പരാതിയിലായിക്കോട്ടെ, മുടക്കുമുതൽ പോലും നൽകിയിട്ടില്ല എന്നതാണ്. പക്ഷേ ഇതിൽ മുടക്കിയ മുതൽ അഞ്ജനയ്ക്ക് തിരിച്ചു കിട്ടിയെങ്കിൽ പോലും തന്നെ വഞ്ചിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. താൻ നിരന്തരം ഇവരെ ശല്യപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് തന്നെ മുടക്കുമുതൽ തിരിച്ചു കിട്ടിയത്. പക്ഷേ ലാഭവിഹിതം നൽകാൻ അവർ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുകൂടി അഞ്ജന പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ വെളിപ്പെടുത്തലുകളായിരുന്നു ഇതിനോടകം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോടി ക്ലബ്ബുകൾ എന്ന രീതിയിൽ തന്നെ വലിയ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വഞ്ചിക്കുന്ന ഈ പ്രേക്ഷകരെയും അല്ലെങ്കിൽ മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ വഞ്ചിക്കുന്ന പെരുമാറ്റം തന്നെയാണ് ഈ സിനിമാ മാഫിയയിൽ നിന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്ന വാർത്തയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഈ കോടി ക്ലബ്ബുകളിൽ കയറിയ സിനിമകളെ കുറിച്ചുള്ളൊരു ED അന്വേഷണം ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് സമാനമായ രീതിയിൽ മഞ്ഞുമൽ ബോയ്സിനും സമാനമായ രീതിയിൽ ഒരു തട്ടിപ്പുമായ RDX സിനിമയുടെ പ്രൊഡ്യൂസർമാരും രംഗത്തെത്തിയിരിക്കുന്നത്. ഓക്കെ നവമി, ഒരു കാര്യം കൂടി, ഈ ആരോപണം ആക്ഷേപം നേരിടുന്ന സോഫിയ പോളൊപ്പം ജെയിംസ് പോൾ, ഇവരുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ലഭ്യമാണോ? ഈ പരാതിയിൽ ഉന്നയിച്ച ആക്ഷേപം സംബന്ധിച്ച ഇവരുടെ നിലപാട് എന്തായിരിക്കും?
രഞ്ജിത്ത്, ഇപ്പോഴും ഇവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത് ഏതു വിധത്തിലായിരിക്കും ഇവർ പ്രതികരിക്കുക എന്ന് നമുക്കിപ്പോഴും അറിയില്ല. നമ്മൾ ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാനോ ഒന്നും തയ്യാറായിട്ടില്ല. മഞ്ഞുമൽ ബോയ്സിന് സമാനമായ രീതിയിൽ തന്നെ ഇതിനും ആരോപണം നേരിടുന്ന പ്രൊഡ്യൂസർമാർക്കെതിരെ സൗബിനെ അടക്കം നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവർ ഇതിലൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു മറുപടി നൽകുവാൻ തയ്യാറായിട്ടില്ല. ഒപ്പം ഈ സിനിമാ സംഘടനയിലുള്ള മറ്റുള്ളവരെയും നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആ സിനിമയുടെ പ്രൊഡ്യൂസർമാരുടെ കാര്യമാണ്. അതുമായി തങ്ങൾക്ക് സംഘടനയ്ക്ക് മറ്റ് ആർക്കോ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിവുമില്ല എന്നൊരു മറുപടിയാണ് സംഘടനയിൽ നിന്ന് ആയിക്കോട്ടെ വ്യക്തികളിൽ നിന്നും ലഭിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാരും നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ, കേസുമായി തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വരും മണിക്കൂറിൽ നമുക്ക് ഇവരുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നവമി, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും മലയാള സിനിമയിൽ നടക്കുന്ന ചില സാമ്പത്തിക ഇടപാടുകൾ അത് അങ്ങേയറ്റം സംശയത്തിന് ഇടവെക്കുന്നു എന്നതാണ്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള അന്വേഷണവും ഇക്കാര്യത്തിൽ നടക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നു. ഒപ്പം തന്നെ റിലീസായി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കോടി ക്ലബ്ബിൽ എങ്ങനെയാണ് സിനിമ എത്തുന്നത് എന്ന ചോദ്യവും ഉണ്ടാവുന്നു. അങ്ങനെ ഒരു അവകാശവാദം മുന്നോട്ട് വെക്കുന്നതിലൂടെ നിർമ്മാതാക്കൾക്ക് എന്താണ് ലാഭം? ഇതിൻ്റെ അകത്തെ സാമ്പത്തിക ക്രമക്കേടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ? അങ്ങനെ സുപ്രധാനമായ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു പരാതി കൂടി ഉയരുന്ന പശ്ചാത്തലത്തിൽ അത് സംബന്ധിച്ച അന്വേഷണത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങും. നമുക്ക് മറ്റൊരു